ഇന്നത്തെ ഭാവനയുടെ പേര് അനുഭവ സാക്ഷ്യം എന്നതാണ്. വളരെ നാളായി ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കുന്നു. അതിനുള്ള അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്ക് ആവേശം കൊള്ളാറുണ്ട്. പക്ഷേ എനിക്ക് സാക്ഷ്യം പറയുവാൻ അവസരം നിങ്ങൾ തന്നിട്ടില്ല. ഞാൻ ഇതുവരെ ഒരു സഭായോഗവും മുടക്കിയിട്ടില്ല. ഞാൻ വരാത്ത ഒരു കൂട്ടായ്മയുമില്ല. ഞാൻ ആദ്യമായി സഭയിൽ വന്ന ദിവസം എനിക്ക് ഓർമ്മ വരുന്നു. ഞാൻ സഭയിൽ കടന്നു വരേണ്ടതിന് സഭ മുഴുവനും പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. ഞാൻ സഭയിൽ കടന്നു വന്ന നാളുകളിൽ എല്ലാവരും എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇന്ന് അതൊക്കെ മാറി. മറ്റു പലരും പുതുതായി സഭയിൽ വന്നിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗം പേരും അമേരിക്കക്കാരായ ഡ്രം സെറ്റും ഓർഗനും ഗിറ്റാറും ഗായകരാണ്. ഒരു വിൽപ്പനശാലയുടെ ഒരറ്റത്തെ മുറിയിലാണ് ഞാൻ ജനിച്ചത്. അതിൻ്റെ മാനേജർ എന്നെ ബോഡി പിടിപ്പിച്ച് ആ കടയുടെ ഷോക്കേസിൽ വെച്ചു. അങ്ങനെ എനിക്ക് ഒരു ദേവദാസൻ വന്ന് എനിക്ക് വില പേശി കാശ് കൊടുത്ത് എന്നെ മേടിച്ചു. അങ്ങനെയാണ് ഞാൻ ഒരു ബന്ധക്കോസുകാരനായി തീർന്നത്. ബന്ധക്കോസുകാരുടെ യോഗത്തിൽ ഞാൻ ഉണ്ടെങ്കിൽ ഉണർന്നു. കേരളത്തിലെ ബന്ധക്കോസ് പ്രസ്ഥാനത്തിലും അനേക കാലം മുതൽ ഗണ്യമായ സ്ഥാനം എനിക്കുണ്ട്. യോഗം തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ പള്ളിയിലിട്ട് 5-6 അടിയടിക്കും. വേദന താങ്ങുവാൻ കഴിയാതെ ഞാൻ നിലവിളിക്കും. അതിനായിട്ടാണ് പല വിശ്വാസികളും യോഗത്തിന് വരുന്നത്. പാട്ട് പാടുമ്പോൾ ഒരപ്പച്ചൻ എന്നെ തുരാന്ന് മാറ്റിക്കും. അതോടെ പാട്ടിന്റെ സ്പീഡ് കൂടും. പാട്ട് ക്ലൈമാക്സിലെത്തുമ്പോൾ ജനം ചലിക്കുവാൻ തുടങ്ങും. അപ്പോഴേക്കും എന്നെ തല്ലുന്ന വിട്ടുവാൻ എന്നെ എന്തോ മുൻവൈരാഗ്യം തീർക്കുന്നത് പോലെ പള്ളിക്ക് പിന്നെയും തല്ലും. ജനം അപ്പോൾ എനിക്കറിയാത്ത ഭാഷയിൽ സംസാരിക്കും. അവർ പറയുന്നത് അന്യഭാഷയാണത്രേ. പക്ഷേ ഞാനില്ലെങ്കിൽ അവർക്ക് അന്യഭാഷയില്ല. ഒരു പാസ്റ്റർ മറ്റൊരു പാസ്റ്ററോട് പറയുന്നത് കേട്ടു. ഞാൻ ഇല്ലാത്തത് കൊണ്ട് അവരുടെ സഭയിൽ ഉണർവില്ലത്രേ. എനിക്ക് അതിൽ അഭിമാനം തോന്നുന്നു. പാട്ട് പാടുമ്പോഴേ എനിക്ക് അവിടെ സ്ഥാനമുള്ളൂ. പിന്നെ നിശബ്ദനായിരിക്കുവാൻ വിധിക്കപ്പെട്ടവനാണ് ഞാൻ. പിന്നെ അടുത്ത യോഗം വരെ ഹാളിന്റെ ഒഴിഞ്ഞ മൂലയിൽ ഇരിക്കാൻ വിധിക്കപ്പെട്ടവനാണ് ഞാൻ. പണ്ടൊക്കെ എന്നെ എല്ലാ കൺവെൻഷനും ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഞങ്ങളുടെ സ്ഥലത്ത് മറ്റു പലരും കയറി പറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ യുവതലമുറയ്ക്ക് എന്നെ താല്പര്യമില്ല. എന്നെ ഏത് രീതിയിലും മുടക്കുവാനാണ് ശ്രമം. ഈ കണക്കിന് പോയാൽ അധിക നാൾക്കകം എന്നെ ബന്ധുക്കോസ് സഭയിൽ നിന്നും പുറത്താക്കുന്ന ലക്ഷണമാണ്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണെങ്കിൽ എന്നെ ഇവിടുത്തെ പിള്ളേർ തട്ടി എൻ്റെ ഒരു വശം തുന്നി കൂട്ടി പോയിരിക്കുകയാണ്. എൻ്റെ 2 വശവും ഇത്രത്തോളം തുന്നിയിരുന്നിട്ടും എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. തല്ല് കൊള്ളുവാൻ വിധിക്കപ്പെട്ട ഞങ്ങൾ ഇങ്ങനെ വിധിയെ പഠിച്ചു കഴിയുന്നു. ഇപ്പോഴെങ്കിലും എന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. വേദനയോടെയാണെങ്കിൽ ഞാൻ പേര് പറയട്ടെ. ഞാനാണ് ട്രംപ്. നിങ്ങൾ എല്ലാവരും എന്നെ കണ്ടു കാണുമല്ലോ. അലമാരയുടെ മുകളിലാണ് എൻ്റെ ഇപ്പോഴത്തെ ഇരിപ്പ്. എന്നെ ഇപ്പോൾ ഒരു വിശ്വാസിക്കും വേണ്ട. ഒരു കാര്യം കൂടി പറയട്ടെ. കർത്താവിന്റെ 2ാം വരവിൽ നിങ്ങൾ എടുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഞാൻ കൂട്ടുകാരനല്ല. അത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം നിർത്തുന്നു.